ഹലോ അസ്സലാമലൈക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്ത ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ദുബായിൽ നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സംഭവം കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ബ്ലൂ വാട്ടർ ഐലൻഡിലാണ്. ഇവിടുത്തെ ഐൻ ദുബായ് എന്ന് പറഞ്ഞ ഫെറിസ് വീല് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായ് വന്നപ്പം ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്നാണെങ്കിൽ എന്തെല്ലോ മെയിൻ്റനൻസ് വർക്കായിട്ട് ഐൻ ദുബായ് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫെറിസ് വീൽ. ഇത് ആക്ച്വലി ദൂരത്തുനിന്ന് കാണുമ്പം നമുക്ക് അതിൻ്റെ സൈസോ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അത് എത്ര ഹ്യൂജാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണത്. ആക്ച്വലി അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഒരു ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന സമയത്ത് നമ്മുടെ ക്യാമറേൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് അത് കിട്ടുന്നില്ല കേട്ടോ. അത്രയും ഹ്യൂജാണത്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് കയറാനൊന്നും ആദ്യമേ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഇത് ഒരു ഫുൾ റൊട്ടേഷൻ എടുത്തു കഴിയാൻ നിയർലി 45 to 1 hour എടുക്കും. പിന്നെ ആണെങ്കിൽ ഇതിലേക്ക് ഉള്ള എൻട്രി ഫീയും അത്യാവശ്യം ഹൈ ആണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് എനിക്ക് ഗൂഗിൾ ചെയ്തപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിലുള്ള ക്യാബിൻസ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അതായത് ജനറൽ ഉണ്ട്, പിന്നെ കുറച്ച് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്ന സീറ്റിങ്സും നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ബെവറേജസ് ഒക്കെ കിട്ടും. പിന്നെ കുറച്ച് പേഴ്സണലായിട്ട്, അതായത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് മാത്രമായിട്ടൊരു ക്യാബിൻ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പം ദുബായിലൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പം നമുക്ക് ഒരു സെലിബ്രേഷൻ എന്ന രീതിയിൽ ഇതുപോലെ ഒരു ക്യാബിൻ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂവിൽ ശരിക്കും നമുക്ക് പാം ജുമേറ, പിന്നെ അതുപോലെ ബുർജ് ഖലീഫ, അങ്ങനെ ഏകദേശം എല്ലാ ലൈക്ക് ദുബായ് സിറ്റി എല്ലാം അടിപൊളിയായിട്ട് കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പണ്ട് ഞാൻ കണ്ട ദുബായും ഇപ്പം ഞാൻ മനസ്സിലാക്കിയും കൊണ്ടിരിക്കുന്ന ദുബായും ഈസ് ലൈക്ക് ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. ശരിക്കും പൈസ ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കിയും കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഭയങ്കര പരിചയം. എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ ദ പോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇതുപോലെ പോഡ്സ് ഉണ്ട് ആൻഡ് അതിനകത്ത് നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരുന്നിട്ട് ഡൈൻ ചെയ്യാം. ഇത് ഞാൻ എവിടെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുതന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കയറി നോക്കിയത് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഫാമിലീസൊക്കെ ഓൾറെഡി ഇരുന്ന് ഡൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ആ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ ക്യാമറയായിട്ട് പോയിട്ടില്ല. ബട്ട് ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് ഉള്ളത്. ആരും ഇല്ലാത്തൊരു പോഡ് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ ഈ ക്യാമറ പിടിച്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ നാട്ടിലെ പോലെയല്ല, എല്ലാവരും അങ്ങോട്ട് ഇഷ്ടാവില്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതും. ആൻഡ് ഞാൻ പിന്നെ ഒരു ഗേൾ ആയതുകൊണ്ട് വലിയ കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മാക്സിമം അതിൽ ഔട്ട്സൈഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഇരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മുകളിൽ കാണുന്നത് ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് നേരെ കണക്ട് ചെയ്യുന്നത് അപ്പുറത്തെ ബീച്ചിലേക്കാണ്. അവിടെ ഇതുപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലോ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതല്ലാത്ത വാട്ടർ ആക്ടിവിറ്റീസ് വേറെ നടക്കുന്നുണ്ട്. ആൻഡ് ബീച്ചിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സീസൺ നല്ല അടിപൊളി ഒരു എന്താ പറയുക ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഇതുപോലെ ആളുകൾ കുറച്ചധികമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുബായ് ഈസ് ലൈക്ക് വെരി എക്സ്പെൻസീവ് എന്ന്. അത് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ടോളുകൾ ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ എവറി ടോളിൽ നമ്മൾ 20-10 അങ്ങനെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ശരിക്കും ഈ ഒരു ഏരിയയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു 100 to 200 ദിർഹംസ് എന്തായാലും ആവും. അത് ലൈക്ക് ബൈ റോഡ് സാലിക്ക് മാത്രം കൊടുത്തിട്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിംഗ് ഫീ വേറെ കേട്ടോ. ഇപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല പോഷ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഫീ എനിക്ക് തോന്നുന്നു പെർ അവർ 20 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. 20 ആണോ 10 ആണോ എന്നറിയില്ല. 10 അല്ല, എന്തായാലും 20 തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 3/4 മണിക്കൂറൊക്കെ ജസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ക്രൗഡെല്ലാം ആവുന്നുള്ളൂ. ആൻഡ് ഇവിടെ വരുന്നത് തന്നെ ഒരു വേറൊരു ലെവൽ ക്രൗഡാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ഏരിയ ആൻഡ് ആ ഒരു എമൗണ്ട് ഇതേപോലെ പാർക്കിങ്ങിനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക സാലിക്കൊക്കെ കൊടുത്തിട്ട് എത്താൻ പറ്റുന്നവർ എത്തിയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാനും ഉമ്മയും പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരെ കൂടാണ് നമ്മളിത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വലിയൊരു ഹൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ തീരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇനി മതി ഫോട്ടോ എടുത്തത് വിചാരിച്ചു നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇൻഷാ അല്ലാ ഇനി എപ്പോഴെങ്കിലും ദുബായ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു ക്യാബിനിലെല്ലാം കയറിയിട്ട് ഒരു സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ലുക്ക് അപാരാട്ടോ. ഇറ്റ്സ് ബിൻ വെരി ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 7:30 ആൻഡ് ഞാൻ എൻ്റെ കാക്കൻ്റെ മോൻ്റെ സ്കൂളിലേക്ക് പോവാം കേട്ടോ. അവിടെ നിന്ന് അവർക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. ഓ, മെട്രോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കുള്ളൊരു മെട്രോ ഞാൻ ആദ്യമായിട്ട് തന്നെ ഇവിടെ വന്നിട്ട് കാണുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും പകുതി ടയേർഡായിപ്പോയി. അപ്പോൾ ഇക്കാക്ക കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. എവിടെ കയറണം, എവിടെ ഇറങ്ങണം, ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലാണ് സ്കൂൾ എന്നുള്ളത്. സ്കൂളാണെങ്കിലോ നല്ല അടിപൊളി സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ പാസ്പോർട്ട് കോപ്പി അതെല്ലാം കാണിച്ചിട്ടാണ് അവർ എനിക്ക് ഈ ഒരു പാസ് തന്നത്. ഈ ഒരു പാസ് ഉള്ളവരെ മാത്രമേ അവർ ഉള്ളിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ സ്കൂൾ ഗ്രൗണ്ട്. അപ്പോൾ ഇനി അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കോൺസെർട്ട് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് UAE നാഷണൽ ആന്തം ഒന്ന് കേൾക്കാം കേട്ടോ. National Anthem. നാഷണൽ ആന്തം കേട്ടതോടുകൂടി ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിയ അടിച്ചു പോയിട്ടോ. ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് വരെ അബുദാബിയിലാണ് സ്കൂളിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അന്നത്തേയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ സ്കൂൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് എൻട്രൻസിലുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു പാസ് തന്നിട്ടാണ് ഞാൻ അകത്തേക്ക് എൻട്രി ചെയ്തത്. അതുപോലെ പേരൻസിനോ വിസിറ്റേഴ്സിനോ ഒന്നും ഇവരുടെ ക്ലാസ് റൂമിലേക്ക് ആക്സസ് ഇല്ല കേട്ടോ. ഓക്കെ, വെയിറ്റ്. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ഡാൻസ്. ആ കണ്ണട വെച്ചിട്ട് തിരിയുന്ന ആളില്ലേ ബാക്കിൽ, ആളാണ് അയാൻ. അപ്പോൾ അയാൻ്റെ ഒരു കോൺസേർട്ട് പ്രോഗ്രാമാണെന്ന്. ലൈക്ക് എല്ലാ KG1 KG2 എല്ലാ കുട്ടികളുടെയും പരിപാടികളാണ്. അപ്പോൾ പേരൻസ് ബിസി ആയതുകൊണ്ട് തന്നെ എന്നെ വിട്ടതാണ്. ആളെ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആളെ നല്ല രീതിയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തുണ്ട് ആളൊരു നോട്ടം നോക്കുന്നത്, എൻ്റെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. അതേ ആ നോട്ടം കണ്ടോ, എൻ്റെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു തെരച്ചിലാണ് കേട്ടോ ഈ ക്രൗഡിൽ. അങ്ങനെ ഇവരുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് അവരുടെ വോട്ട് ഓഫ് താങ്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ആൾ ഭയങ്കര തെരച്ചിലാണ് ഈ ക്രൗഡിൽ എൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. അപ്പം അപ്പോഴും അയാൻ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അവരുടെ ക്ലാസ് റൂമിലെത്തി അവനെ ഒരു നോട്ടം കണ്ടു. ആക്ച്വലി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവരങ്ങനെ ക്ലാസ് റൂമിലേക്ക് പാരൻസിനോ അല്ലെങ്കിൽ വേറെ വിസിറ്റേഴ്സിനോ ഒന്നും എൻ്റർടൈൻ ചെയ്യുന്നില്ല. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. ഇനി 1-2 വീഡിയോ മാത്രം ബാക്കിയുള്ളൂ. അതുകൂടെ ദുബായ് വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ്. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.